കൂടെ പഠിച്ച ഗേൾസിന്റെ ഒക്കെ ഒരുവിധം എല്ലാവരും കല്യാണം ഇനി ബോയ്സിന്റെ ടേൺ ആണ്. ഇന്ന് നമ്മുടെ റയ്യാന്റെ കല്യാണമാണ് ഗൈസ്. ഇവിടെ നിന്ന് എനിക്കൊരു പാഴ്സൽ എടുക്കാനുണ്ട്. ഇതാണ് ആ സാധനം. പണ്ട് മുതൽ ഇവൾ എല്ലാ കാര്യത്തിലും പങ്ക്ച്വൽ ആയതുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അവൾ റെഡി ആയത് വരെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി സിഗ്നൽ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് പുറകിലോട്ട് നോക്കിയപ്പോൾ താണ്ട കിടക്കുന്നു ഒരു താർ. അതിലാരാ? വേറെ ആരാ? നമ്മുടെ കല്യാണ ചെക്കൻ റയ്യാൻ ആൻഡ് ടീംസ്. പുഴയും കാടും പാലവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഗൈസ്. ഒരു കല്യാണത്തിന് വന്നാൽ ആദ്യം നമ്മൾ പെണ്ണിനെ കാണാൻ കയറണം. ബ്രൈഡ് ഇരിക്കുന്ന റൂമിൽ ഇങ്ങനത്തെ ഒരു വലിയ കണ്ണാടിയൊക്കെ കാണും. അവിടെ നമുക്ക് കുറച്ച് മിറർ സെൽഫി ഒക്കെ എടുക്കാം. അപ്പോഴത്തേക്ക് നിക്കാഹ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നിക്കാഹിരുന്നു. നിക്കാഹ് കഴിഞ്ഞു. ഇനി ബ്രൈഡൽ എൻട്രി ആണ്. അങ്ങനെ പെണ്ണും ചെക്കനും ഒരുമിച്ച് സ്റ്റേജിലൊക്കെ വന്നു. ഇത് സോണിയ, അത് അമൃത. ഇനി വേറെ കുറച്ച് പേരെ കാണാം. അടുത്ത കല്യാണ ചെറുക്കനാണ്. അതെ, ഒക്ടോബർ 18 നബിലിന്റെ കല്യാണമാണ്. ഇത് കല്യാണമൊന്നും ആവാത്ത കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞ കുട്ടി. ഇത് കല്യാണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി. ഇത് പെണ്ണ് നോക്കുന്നുണ്ട്. നല്ല പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇതും കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാണ്. വധുവിനെ തേടുന്നു. അതെ, ഫിർദ് വധുവിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ പോയി. ഒരു കല്യാണത്തിന് വന്ന് എന്തൊക്കെ കാണണം എൻ്റെ റബ്ബേ. മാല ഇട്ടുതരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് മാലയിട്ട് സംതൃപ്തി അടയുകയാണ് ഇവൾ. നിങ്ങൾ കാണുന്നില്ലേ ആ മുഖത്തെ വിഷമം? ഗൈസ്, ഞങ്ങളങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. ക്ഷീണിച്ചു, അതെ, കുഴഞ്ഞു, അതെ, ബുദ്ധിമുട്ടി. അതെ. അപ്പോൾ ശരി അമ്മ.